നമസ്കാരം. ഭാരതീയ ജ്യോതിഷത്തിൻ്റെ ആഴങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന വേദിക് വിശ്വാസിലേക്ക് ഏവർക്കും സ്വാഗതം. ജ്യോതിഷത്തിലെ 27 നക്ഷത്രങ്ങളിൽ അതീവ ബുദ്ധിശക്തി കൊണ്ടും കർമ്മശേഷി കൊണ്ടും ശ്രദ്ധേയമായ നക്ഷത്രമാണ് ആയില്യം. കർക്കിടക രാശിയിൽ ഉൾപ്പെടുന്ന ഈ നക്ഷത്രത്തിൻ്റെ അധിപൻ ബുധനും ദേവത നാഗദൈവങ്ങളുമാണ്. അതീവ ജാഗ്രതയുള്ളവരും കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴിവുള്ളവരും സ്വതന്ത്ര ചിന്താഗതിക്കാരുമാണ് ആയില്യം നക്ഷത്രക്കാർ. വാക്ചാതുര്യം ഇവരുടെ വലിയൊരു പ്രത്യേകതയാണ്. ഏത് സങ്കീർണമായ സാഹചര്യത്തെയും സ്വന്തം ബുദ്ധിശക്തി കൊണ്ടും സംസാരം കൊണ്ടും മറികടക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. നാഗങ്ങളെപ്പോലെ ലക്ഷ്യബോധമുള്ളവരും തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവരുമാണ് ഇവർ. ആയില്യം നക്ഷത്രക്കാരെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളും സമൂഹത്തിലുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ സ്വന്തം കഴിവിൽ വിശ്വസിച്ച് മുന്നേറുന്ന ഇവർ ഏതൊരു മേഖലയിലും നേതൃസ്ഥാനത്തെത്താൻ യോഗ്യതയുള്ളവരാണ്. വ്യാഴത്തിൻ്റെയും ശനിയുടെയും രാശിമാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ പ്രതിഫലിക്കും? സാമ്പത്തികം, തൊഴിൽ, കുടുംബം, ആരോഗ്യം, പ്രണയം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്? ആയില്യം നക്ഷത്രക്കാരുടെ 2026 സമ്പൂർണ്ണ വർഷഫലത്തിലേക്ക് നമുക്ക് കടക്കാം. 2026 പ്രധാന ഗ്രഹനില. 2026 ആയില്യം നക്ഷത്രക്കാരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം വ്യാഴം, ശനി, രാഹു, കേതു എന്നീ പ്രധാന ഗ്രഹങ്ങളുടെ മാറ്റങ്ങളാണ്. വ്യാഴത്തിൻ്റെ മാറ്റം. വർഷത്തിൻ്റെ തുടക്കത്തിൽ വ്യാഴം മിഥുനം രാശിയിൽ സഞ്ചരിക്കുമെങ്കിലും 2026 ജൂൺ മാസത്തോടെ വ്യാഴം നിങ്ങളുടെ സ്വന്തം രാശിയായ കർക്കിടകത്തിലേക്ക് ഉച്ചസ്ഥിതിയിലേക്ക് പ്രവേശിക്കുകയാണ്. ആയില്യം നക്ഷത്രം കർക്കിടക രാശിയിൽ വരുന്നതിനാൽ ഈ മാറ്റം നിങ്ങൾക്ക് ജന്മവ്യാഴമായിട്ടാണ് വരുന്നത്. സാധാരണയായി ജന്മവ്യാഴം അല്പം അലച്ചിലുകൾ നൽകാറുണ്ടെങ്കിലും തൻ്റെ ഉച്ചരാശിയിൽ നിൽക്കുന്ന വ്യാഴം നിങ്ങൾക്ക് വലിയ തോതിലുള്ള ആത്മീയ ഉണർവും പ്രശസ്തിയും പദവികളും നൽകും. വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ വലിയ ലാഭങ്ങൾ കൊണ്ടുവരും. ശനിയുടെ സ്വാധീനം. ശനി ഭഗവാൻ കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് മാറുന്ന വർഷമാണിത്. ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഭാഗ്യശനിയുടെ കാലഘട്ടമാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി അനുഭവിച്ചിരുന്ന കണ്ടകശനി ദോഷങ്ങളിൽ നിന്നോ മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നോ പൂർണ്ണമായ മോചനം ലഭിക്കാൻ ഈ ഗ്രഹനില സഹായിക്കും. ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ശനി നിങ്ങളുടെ തടസ്സപ്പെട്ട കാര്യങ്ങൾ വേഗത്തിലാക്കുകയും മുതിർന്നവരിൽ നിന്നും പിതൃസ്വത്തിൽ നിന്നും ആനുകൂല്യങ്ങൾ നേടിത്തരികയും ചെയ്യും. രാഹു കേതു സംക്രമണം. ഈ വർഷം രാഹു കുംഭം രാശിയിലും കേതു ചിങ്ങം രാശിയിലുമാണ് സഞ്ചരിക്കുന്നത്. രാഹു 8ാം ഭാവത്തിൽ നിൽക്കുന്നത് അപ്രതീക്ഷിത ധനലാഭത്തിന് വഴി തുറക്കുമെങ്കിലും ആരോഗ്യകാര്യത്തിൽ അല്പം ജാഗ്രത പാലിക്കണമെന്ന് ഗ്രഹനില സൂചിപ്പിക്കുന്നു. കേതു 2ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ സംസാരത്തിൽ മിതത്വം പാലിക്കുന്നത് കുടുംബകലഹങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. ചുരുക്കത്തിൽ ഗ്രഹനില പരിശോധിക്കുമ്പോൾ ശനിയും വ്യാഴവും നിങ്ങൾക്ക് അനുകൂലമായ സ്ഥാനങ്ങളിൽ വരുന്നതിനാൽ 2026 നിങ്ങളുടെ ഉയർച്ചയുടെ വർഷമായിരിക്കും. ദോഷഫലങ്ങളെ മറികടക്കാൻ ബുധൻ്റെ പ്രീതിക്കായി വിഷ്ണു ഭജനം നടത്തുന്നത് ഉത്തമമായിരിക്കും. കരിയറും തൊഴിലും. ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2026 തൊഴിൽ രംഗത്ത് സുവർണ അവസരങ്ങളുടെ വർഷമാണ്. വർഷത്തിൻ്റെ തുടക്കം മുതൽ തന്നെ 10ാം ഭാവത്തിലേക്കും ഭാഗ്യസ്ഥാനത്തേക്കുമുള്ള ഗ്രഹങ്ങളുടെ ശുഭദൃഷ്ടി നിങ്ങളുടെ കരിയറിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരം ലഭിക്കുന്ന സമയമാണിത്.
കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾ ചെയ്ത സേവനങ്ങൾ പരിഗണിച്ച് ഉയർന്ന പദവികളിലേക്കോ ഉത്തരവാദിത്തങ്ങളിലേക്കോ നിങ്ങളെ നിയോഗിക്കാൻ സാധ്യതയുണ്ട്. സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും പ്രൊമോഷൻ പരീക്ഷകൾ എഴുതുന്നവർക്കും ഈ വർഷം ഫലം അനുകൂലമായിരിക്കും. മേലധികാരികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും പൂർണ്ണ പിന്തുണ പ്രതീക്ഷിക്കാം. എങ്കിലും വർഷത്തിൻ്റെ മധ്യത്തോടെ ചെറിയ ജോലിഭാരം വർദ്ധിച്ചേക്കാം. അത് നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ചവിട്ടുപടിയായി കാണുക. പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക്, ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലയളവ് വളരെ മികച്ചതാണ്. വിദേശത്തോ MNC കമ്പനികളിലോ ജോലി സ്വപ്നം കാണുന്നവർക്ക് അനുകൂലമായ വിസ നടപടികളും ഓഫർ ലെറ്ററുകളും ലഭിക്കും. IT, ബാങ്കിംഗ്, മാർക്കറ്റിംഗ് എന്നീ മേഖലകളിലുള്ളവർക്ക് ഈ വർഷം വലിയ വളർച്ചാ സാധ്യതകളുണ്ട്. ബിസിനസ് രംഗത്തുള്ളവർക്ക്, സ്വന്തമായി സംരംഭങ്ങൾ നടത്തുന്നവർക്ക് 2026 ലാഭകരമായ വർഷമായിരിക്കും. പുതിയ നിക്ഷേപങ്ങൾ നടത്താനോ ബിസിനസ് വിപുലീകരിക്കാനോ പദ്ധതിയിടുന്നവർക്ക് ധനസഹായം എളുപ്പത്തിൽ ലഭ്യമാകും. പ്രത്യേകിച്ച് കെമിക്കൽസ്, മരുന്നുകൾ, IT അധിഷ്ഠിത സേവനങ്ങൾ അല്ലെങ്കിൽ ആഭരണ വ്യാപാരം എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആയില്യം നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിത ലാഭം ഈ വർഷമുണ്ടാകും. എന്നാൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളിൽ ഏർപ്പെടുമ്പോൾ കരാറുകൾ കൃത്യമായി പരിശോധിക്കാൻ ശ്രദ്ധിക്കണം. നേതൃത്വ ഗുണം, ആയില്യം നക്ഷത്രത്തിൻ്റെ സ്വാഭാവികമായ നേതൃത്വ ഗുണം ഈ വർഷം ഓഫീസുകളിലും തൊഴിലിടങ്ങളിലും കൂടുതൽ പ്രകടമാകും. ഒരു ടീമിനെ നയിക്കാനോ പ്രധാനപ്പെട്ട പ്രോജക്റ്റുകളുടെ ചുമതല ഏറ്റെടുക്കാനോ ഉള്ള അവസരങ്ങൾ വന്നു ചേരും. ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ബുദ്ധിശക്തിയും നർമ്മബോധവും തൊഴിലിടങ്ങളിൽ ഗുണകരമാകുമെങ്കിലും അമിതമായ ആത്മവിശ്വാസം ശത്രുക്കളെ സൃഷ്ടിക്കാതെ നോക്കണം. രഹസ്യ ശത്രുക്കളുടെ നീക്കങ്ങൾ നിശബ്ദമായി നിരീക്ഷിക്കാനും അവരെ ബുദ്ധിപൂർവം മറികടക്കാനും ഈ കാലയളവിൽ നിങ്ങൾക്ക് സാധിക്കും. കുടുംബവും ബന്ധങ്ങളും, ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2026 കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും തിരിച്ചു കിട്ടുന്ന വർഷമാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കുടുംബാംഗങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന അസ്വാരസ്യങ്ങളും തെറ്റിദ്ധാരണകളും ഈ വർഷം പതുക്കെ കെട്ടടങ്ങും. കുടുംബത്തിലെ ഐക്യം, വ്യാഴത്തിൻ്റെ അനുകൂല ദൃഷ്ടി നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഐശ്വര്യം കൊണ്ടുവരും. വിട്ടുനിന്നിരുന്ന ബന്ധുക്കൾ തിരിച്ചു വരാനും കുടുംബയോഗങ്ങൾ സംഘടിപ്പിക്കാനും ഈ വർഷം സാധിക്കും. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ സമാധാനം ലഭിക്കും. മക്കളില്ലാത്ത ദമ്പതികൾക്ക് സന്താനഭാഗ്യത്തിന് ഏറ്റവും അനുകൂലമായ വർഷമാണിത്. മക്കളുടെ വിദ്യാഭ്യാസത്തിലോ കരിയറിലോ ഉണ്ടായ പുരോഗതി കുടുംബത്തിൽ സന്തോഷം നിറയ്ക്കും. വിവാഹകാര്യങ്ങൾ, അവിവാഹിതരായ ആയില്യം നക്ഷത്രക്കാരുടെ വിവാഹകാര്യത്തിൽ ഈ വർഷം തീരുമാനമാകും. പ്രത്യേകിച്ച് 2026 രണ്ടാം പകുതിയിൽ വിവാഹാലോചനകളിൽ പുരോഗതി ഉണ്ടാകുകയും മംഗളകർമ്മങ്ങൾ നടക്കാൻ യോഗമുണ്ടാക്കുകയും ചെയ്യും. പ്രണയിക്കുന്നവർക്ക് വീട്ടുകാരുടെ സമ്മതത്തോടെ ബന്ധം ദൃഢമാക്കാൻ സാധിക്കുന്ന കാലമാണിത്. എങ്കിലും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ആയില്യം നക്ഷത്രക്കാർ പൊതുവെ അല്പം കർക്കശക്കാരാകാൻ സാധ്യതയുള്ളവരാണ്. നിങ്ങളുടെ സംസാര ശൈലി പങ്കാളിയെയോ അടുത്ത ബന്ധുക്കളെയോ വേദനിപ്പിക്കാതെ നോക്കണം. രണ്ടാം ഭാവത്തിലെ കേതുവിൻ്റെ സാന്നിധ്യമുള്ളതിനാൽ അനാവശ്യമായ തർക്കങ്ങൾ കുടുംബത്തിൽ അസ്വസ്ഥതയുണ്ടാക്കാം. വിട്ടുവീഴ്ച മനോഭാവം കാണിക്കുന്നത് ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാൻ സഹായിക്കും. സാമൂഹിക ബന്ധങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങളിൽ ഈ വർഷം വലിയ മാറ്റങ്ങൾ വരും. നിങ്ങൾക്ക് ഗുണകരമായ പുതിയ സൗഹൃദങ്ങൾ ഉടലെടുക്കും. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ജനപിന്തുണ വർദ്ധിക്കാനും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും സാധിക്കും. പങ്കാളിയുടെ ഭാഗത്തു നിന്നും അപ്രതീക്ഷിതമായി
സാമ്പത്തികമോ മാനസികമോ ആയ പിന്തുണ ലഭിക്കുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. പ്രണയം 2026 ആയില്യം നക്ഷത്രക്കാരുടെ പ്രണയജീവിതം പുതിയ വഴിത്തിരിവുകളിലൂടെ കടന്നുപോകും. പുതിയ പങ്കാളിയെ തേടുന്നവർക്ക് ഈ വർഷം അനുകൂലമായ പുതിയ ബന്ധങ്ങൾ ആരംഭിക്കാൻ സാധിക്കും. നിലവിൽ പ്രണയത്തിലുള്ളവർക്ക് പരസ്പരമുള്ള വിശ്വാസവും ആത്മബന്ധവും വർദ്ധിക്കുന്ന കാലമാണിത്. വീട്ടുകാരുടെ എതിർപ്പുകൾ നേരിട്ടിരുന്നവർക്ക് ജൂൺ മാസത്തിന് ശേഷം കാര്യങ്ങൾ അനുകൂലമായി വരികയും വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകുകയും ചെയ്യും. എങ്കിലും അനാവശ്യമായ വാദപ്രതിവാദങ്ങളും സംശയങ്ങളും ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കാതെ നോക്കണം. വിട്ടുവീഴ്ച മനോഭാവം പുലർത്തുന്നത് നിങ്ങളുടെ പ്രണയബന്ധം കൂടുതൽ മനോഹരമാക്കാൻ സഹായിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ ആയില്യം നക്ഷത്രക്കാർക്ക് 2026 വളരെ ആശ്വാസകരമായ വർഷമാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി അനുഭവിച്ചിരുന്ന സാമ്പത്തിക ഞെരുക്കങ്ങൾ മാറിത്തുടങ്ങും. നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ശനി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അപ്രതീക്ഷിത സ്രോതസ്സുകളിൽ നിന്ന് പണം വന്നു ചേരാൻ ഈ വർഷം സാധ്യതയുണ്ട്. ജൂൺ മാസത്തിന് ശേഷമുള്ള വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതി നിക്ഷേപങ്ങളിൽ നിന്ന് വലിയ ലാഭം നേടിത്തരും. ഓഹരി വിപണിയിലോ ലോട്ടറി, ചിട്ടി തുടങ്ങിയവയിലോ ഭാഗ്യം പരീക്ഷിക്കുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ ലഭിച്ചേക്കാം. പൈതൃകമായി ലഭിക്കാനുള്ള സ്വത്തുക്കളോ പണമോ തടസ്സങ്ങൾ നീങ്ങി നിങ്ങളുടെ കൈകളിലെത്തും. എങ്കിലും 8ാം ഭാവത്തിലെ രാഹുവിൻ്റെ സാന്നിധ്യമുള്ളതിനാൽ പണം കടം കൊടുക്കുമ്പോഴോ ജാമ്യം നിൽക്കുമ്പോഴോ അതീവ ജാഗ്രത പാലിക്കണം. ആഡംബര വസ്തുക്കൾക്കോ വീട് പുതുക്കി പണിയാനോ ആയി വലിയൊരു തുക ചിലവാക്കാൻ സാധ്യതയുണ്ട്. കൃത്യമായ പ്ലാനിങ്ങിലൂടെ ഈ വർഷം മികച്ച രീതിയിൽ സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ ആയില്യം നക്ഷത്രക്കാർക്ക് സാധിക്കും. നിങ്ങളുടെ സാമ്പത്തിക അച്ചടക്കം ഭാവിയിലേക്കുള്ള വലിയൊരു കരുതലായി മാറും. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ആയില്യം നക്ഷത്രക്കാർക്ക് 2026 വളരെ സവിശേഷമായ ഒരു വർഷമാണ്. ബുധൻ നക്ഷത്രാധിപനായതുകൊണ്ട് തന്നെ ജന്മന വലിയ ബുദ്ധിശക്തിയുള്ളവരാണ് ആയില്യം നക്ഷത്രക്കാർ. ഈ വർഷം നിങ്ങളുടെ ഏകാഗ്രതയും ഓർമ്മശക്തിയും വർദ്ധിക്കുന്നതിനാൽ പ്രയാസകരമായ വിഷയങ്ങൾ പോലും എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. സ്കൂൾ കോളേജ് തലങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ കഴിയും. പ്രത്യേകിച്ച് സയൻസ്, കണക്ക്, കമ്മ്യൂണിക്കേഷൻ എന്നീ മേഖലകളിൽ പഠിക്കുന്നവർക്ക് ഈ വർഷം വലിയ പുരോഗതിയുണ്ടാകും. ഉപരിപഠനത്തിനായി മികച്ച സ്ഥാപനങ്ങൾ തേടുന്നവർക്ക് ജൂൺ മാസത്തിന് ശേഷം അനുകൂലമായ അവസരങ്ങൾ വന്നു ചേരും. വിദേശ പഠനത്തിന് തയ്യാറെടുക്കുന്ന ആയില്യം നക്ഷത്രക്കാർക്ക് ഈ വർഷം വളരെ ഭാഗ്യപ്രദമാണ്. തടസ്സപ്പെട്ട് കിടന്നിരുന്ന വിസ നടപടികൾ വേഗത്തിലാകാനും സ്കോളർഷിപ്പോടെ വിദേശ സർവകലാശാലകളിൽ പ്രവേശനം ലഭിക്കാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മത്സര പരീക്ഷകൾക്ക് PSC, UPSC, ബാങ്കിംഗ് തയ്യാറെടുക്കുന്നവർക്ക് ഈ വർഷം കഠിനാധ്വാനത്തിന് അനുയോജ്യമായ ഫലം ലഭിക്കും. കായിക രംഗത്തുള്ള വിദ്യാർത്ഥികൾക്ക് സംസ്ഥാന, ദേശീയ തലങ്ങളിൽ തങ്ങളുടെ കഴിവ് തെളിയിക്കാനും അംഗീകാരങ്ങൾ നേടാനും ഈ വർഷം സാധിക്കും. അധ്യാപകരിൽ നിന്നും മുതിർന്നവരിൽ നിന്നും കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നത് നിങ്ങളുടെ വിജയത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കും. ആരോഗ്യകാര്യത്തിൽ ആയില്യം നക്ഷത്രക്കാർ 2026 സമ്മിശ്രമായ ഫലങ്ങളാണ് പ്രതീക്ഷിക്കേണ്ടത്. പൊതുവെ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടില്ലെങ്കിലും 8ാം ഭാവത്തിലെ രാഹുവിൻ്റെ സാന്നിധ്യമുള്ളതിനാൽ ചെറിയ അശ്രദ്ധ പോലും ആരോഗ്യത്തെ ബാധിച്ചേക്കാം. പ്രത്യേകിച്ച് ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ, ദഹന പ്രശ്നങ്ങൾ എന്നിവ വരാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണ കാര്യത്തിൽ
അതീവ ജാഗ്രത പാലിക്കണം. പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. മാനസികാരോഗ്യം ഈ വർഷം വളരെ പ്രധാനമാണ്. ജോലിസ്ഥലത്തെ സമ്മർദ്ദം മൂലമോ അമിതമായ ചിന്തകൾ മൂലമോ ഉറക്കക്കുറവോ ചെറിയ രീതിയിലുള്ള ഉത്കണ്ഠയോ അനുഭവപ്പെട്ടേക്കാം. ഇത് മറികടക്കാൻ യോഗ, ധ്യാനം അല്ലെങ്കിൽ പ്രാണായാമം ശീലിക്കുന്നത് ആയില്യം നക്ഷത്രക്കാർക്ക് വലിയ ആശ്വാസം നൽകും. ശ്വാസകോശ സംബന്ധമായോ നീർദോഷ സംബന്ധമായോ ബുദ്ധിമുട്ടുള്ളവർ കാലവർഷ സമയങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. യാത്രകളിലും വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ജാഗ്രത പുലർത്തുക. കൃത്യമായ ഇടവേളകളിൽ ആരോഗ്യ പരിശോധനകൾ നടത്തുന്നതും ലഘുവായ വ്യായാമങ്ങൾ ദിനചര്യയുടെ ഭാഗമാക്കുന്നതും ഈ വർഷം നിങ്ങളെ ഊർജ്ജസ്വലമായി നിലനിർത്താൻ സഹായിക്കും. ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടർന്നാൽ 2026 നിങ്ങൾക്ക് മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ആയില്യം നക്ഷത്രം പാദഫലം. ആയില്യം നക്ഷത്രക്കാരെല്ലാവരും ഒരേ സ്വഭാവക്കാരല്ല. അവർ ജനിച്ച പാദമനുസരിച്ച് ഫലങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാം. 2026 ഓരോ പാദക്കാർക്കും ലഭിക്കുന്ന സവിശേഷ ഫലങ്ങൾ നമുക്കൊന്ന് നോക്കാം. 1-ാം പാദം ചിഹ്നം നവാംശം. ആയില്യം 1-ാം പാദത്തിൽ ജനിച്ചവർക്ക് 2026 അധികാരവും പ്രശസ്തിയും തേടിയെത്തും. രാഷ്ട്രീയത്തിലോ ഭരണരംഗത്തോ ഉള്ളവർക്ക് വലിയ സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട്. നിങ്ങളുടെ വാക്കുകൾക്ക് സമൂഹത്തിൽ വലിയ വില ലഭിക്കുന്ന വർഷമാണിത്. പിതൃസ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായി തീരും. 2-ാം പാദം കന്നി നവാംശം. 2-ാം പാദത്തിൽ ജനിച്ചവർക്ക് ബുദ്ധിശക്തിയും സാമർഥ്യവും ഏറ്റവും കൂടുതൽ പ്രകടമാകുന്ന വർഷമായിരിക്കും ഇത്. ബിസിനസ്സിലും കച്ചവടത്തിലും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ വർഷം വലിയ സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും. കണക്ക്, അക്കൗണ്ടിംഗ്, IT എന്നീ മേഖലകളിലുള്ളവർക്ക് വിദേശയാത്രക്കോ പുതിയ പ്രോജക്റ്റുകൾക്കോ അവസരം ലഭിക്കും. 3-ാം പാദം തുലാം നവാംശം. 3-ാം പാദക്കാർക്ക് 2026 കലാപരമായ നേട്ടങ്ങളുടെ വർഷമാണ്. കല, സാഹിത്യം, ഡിസൈനിങ് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ അംഗീകാരങ്ങൾ ലഭിക്കും. വിവാഹകാര്യങ്ങളിൽ ഏറ്റവും വേഗത്തിൽ തീരുമാനമാകുന്നത് ഈ പാദത്തിൽ ജനിച്ചവർക്കായിരിക്കും. പങ്കാളിയുമായി ചേർന്ന് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ അനുകൂല സമയമാണ്. 4-ാം പാദം വൃശ്ചികം നവാംശം. 4-ാം പാദത്തിൽ ജനിച്ചവർ ആരോഗ്യകാര്യത്തിലും സംസാരത്തിലും അല്പം കൂടുതൽ ശ്രദ്ധിക്കേണ്ട വർഷമാണിത്. എങ്കിലും ആത്മീയമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വലിയ താൽപ്പര്യമുണ്ടാകും. നിഗൂഢ ശാസ്ത്രങ്ങളിലോ ഗവേഷണങ്ങളിലോ താൽപ്പര്യമുള്ളവർക്ക് ഈ വർഷം പുതിയ അറിവുകൾ ലഭിക്കും. ശത്രുക്കളെ ബുദ്ധിപൂർവം പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കും. ചുരുക്കത്തിൽ 4 പാദക്കാർക്കും 2026 പുരോഗതിയുടെ വർഷമാണെങ്കിലും ഓരോരുത്തരും തങ്ങളുടെ കഴിവിനെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ നേട്ടങ്ങൾ ഇരട്ടിയാകും. 2026 ആയില്യം നക്ഷത്രം മാസഫലങ്ങൾ. 2026 ഓരോ മാസവും ആയില്യം നക്ഷത്രക്കാർക്ക് നൽകുന്ന ഫലങ്ങൾ നമുക്കൊന്ന് വേഗത്തിൽ പരിശോധിക്കാം. ജനുവരി മുതൽ ഫെബ്രുവരി വരെ വർഷാരംഭം അല്പം തിരക്കേറിയതായിരിക്കും. തൊഴിൽ മേഖലയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരും. അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുക. മാർച്ച് മുതൽ ഏപ്രിൽ വരെ സാമ്പത്തികമായി മെച്ചപ്പെട്ട സമയമാണ്. മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും പുനരാരംഭിക്കാൻ സാധിക്കും. പഴയ സുഹൃത്തുക്കളെ കാണാൻ അവസരം ലഭിക്കും. മെയ് മുതൽ ജൂൺ വരെ 2026 ഏറ്റവും നിർണായകമായ മാസങ്ങളാണിവ. വ്യാഴമാറ്റം സംഭവിക്കുന്നതോടെ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും. വിവാഹം, വിദേശയാത്ര എന്നിവയ്ക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഈ മാസങ്ങളിലുണ്ടാകും. ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ കരിയറിൽ വലിയ മുന്നേറ്റങ്ങൾ പ്രതീക്ഷിക്കാം.
ശത്രുക്കളുടെ നീക്കങ്ങളെ ബുദ്ധിപൂർവ്വം പരാജയപ്പെടുത്തും. പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും ഉന്നത വിജയം നേടാൻ സാധിക്കും. സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും. പുതിയ വാഹനം വാങ്ങാനോ വീട് പുതുക്കി പണിയാനോ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണിത്. ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ വേണം. നവംബർ മുതൽ ഡിസംബർ വരെ വർഷാവസാനം നിങ്ങൾക്ക് വലിയ ആത്മസംതൃപ്തി നൽകും. ദീർഘകാല അടിസ്ഥാനത്തിലുള്ള നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കും. ദൂരയാത്രകൾക്കും തീർത്ഥാടനങ്ങൾക്കും യോഗമുണ്ട്. ആയില്യം നക്ഷത്രം 2026 പ്രധാന പരിഹാരങ്ങൾ. 2026 ആയില്യം നക്ഷത്രക്കാർക്ക് വരാനിരിക്കുന്ന ചെറിയ തടസ്സങ്ങൾ നീങ്ങാനും ഗ്രഹാനുകൂല്യം വർദ്ധിപ്പിക്കാനുമായി താഴെ പറയുന്ന പരിഹാരമാർഗങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. 1. നാഗദൈവ പ്രീതി. ആയില്യം നക്ഷത്രത്തിൻ്റെ അധിപൻ നാഗദൈവങ്ങളാണ്. അതുകൊണ്ട് തന്നെ മാസത്തിലൊരിക്കൽ വരുന്ന നിങ്ങളുടെ നക്ഷത്രമായ ആയില്യം നാളിൽ അടുത്തുള്ള സർപ്പക്കാവുകളിലോ നാഗരാജ ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തുന്നത് അതീവ ഗുണകരമാണ്. പാലും പഴവും സമർപ്പിക്കുകയോ സാധിക്കുമെങ്കിൽ 100 പാലും വഴിപാടിൽ പങ്കുചേരുകയോ ചെയ്യുന്നത് കുടുംബത്തിലെ ഐശ്വര്യത്തിനും ആരോഗ്യത്തിനും ഉത്തമമാണ്. 2. വിഷ്ണു ഭജനം. ആയില്യം നക്ഷത്രത്തിൻ്റെ രാശ്യാധിപൻ ബുധനാണ്. ബുധദോഷങ്ങൾ മാറാനും വിദ്യാഭ്യാസത്തിലും ബുദ്ധിപരമായ കാര്യങ്ങളിലും മുന്നേറാനും ഭഗവാൻ വിഷ്ണുവിനെ ആരാധിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ചെയ്യുന്നത് തൊഴിൽ തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. വിഷ്ണുവിന് തുളസിമാല സമർപ്പിക്കുന്നതും പ്രസാദം കഴിക്കുന്നതും ശുഭകരമാണ്. 3. ബുധനാഴ്ച വ്രതം. കരിയറിലും കച്ചവടത്തിലും വലിയ നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് ബുധനാഴ്ച വ്രതം എടുക്കാവുന്നതാണ്. ഈ ദിവസം പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ബുധൻ്റെ അനുകൂല ഊർജ്ജം ലഭിക്കാൻ സഹായിക്കും. പച്ചപ്പയർ ദാനം ചെയ്യുന്നതും ബുധപ്രീതിക്ക് നല്ലതാണ്. 4. ജപിക്കേണ്ട മന്ത്രങ്ങൾ. ദിവസവും രാവിലെ കുളിച്ച് ദീപം തെളിച്ച് താഴെ പറയുന്ന മന്ത്രം 108 തവണ ജപിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ഓം നാഗരാജായ നമഃ. ബുധഗായത്രി മന്ത്രം. ഓം ഗജധ്വജായ വിദ്മഹേ ശുഖഹസ്തായ ധീമഹി തന്നോ ബുധഃ പ്രചോദയാത്. പൊതുവായ നിർദ്ദേശങ്ങൾ. നിങ്ങളുടെ ജന്മനക്ഷത്രമായ ആയില്യം നാളിൽ മാംസാഹാരം പൂർണ്ണമായും ഒഴിവാക്കുക. സാധുക്കൾക്കോ വിദ്യാർത്ഥികൾക്കോ പഠനോപകരണങ്ങൾ ദാനം ചെയ്യുന്നത് ബുധനെ പ്രീതിപ്പെടുത്താനുള്ള എളുപ്പവഴിയാണ്. ഈ ലളിതമായ പരിഹാരങ്ങൾ ഭക്തിയോടെയും വിശ്വാസത്തോടെയും അനുഷ്ഠിച്ചാൽ 2026 എല്ലാ വെല്ലുവിളികളെയും മറികടന്ന് വലിയ വിജയങ്ങൾ കൊയ്യാൻ ആയില്യം നക്ഷത്രക്കാർക്ക് സാധിക്കും. ഏതൊരു തടസ്സത്തെയും അതിജീവിക്കാനുള്ള കരുത്തും ബുദ്ധിശക്തിയും ആയില്യം നക്ഷത്രക്കാർക്കുണ്ട്. വരാനിരിക്കുന്ന 2026 ആണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുടെയും ഐശ്വര്യത്തിൻ്റെയും വർഷമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച അറിവുകൾക്ക് ഒരു നന്ദി സൂചകമായോ അല്ലെങ്കിൽ ഒരു ദക്ഷിണയായോ ഈ വീഡിയോ കുറഞ്ഞത് 5 വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കെങ്കിലും ഷെയർ ചെയ്യണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ ഈ സഹകരണം വേദിക് വിശ്വാസ് എന്ന നമ്മുടെ ഈ ചാനലിന് വലിയൊരു കരുത്തായിരിക്കും. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ കൂടുതൽ അറിവുകൾക്കായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.